നമ്മളിപ്പോൾ കണ്ണിമാങ്ങ ഉപ്പിലിട്ടിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ടാ നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഞാനാണിത് കഴിക്കാൻ കൊതിയായിട്ടിരിക്കുകയാണ്. തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഭരണിയൊക്കെ തുറക്കത്തില്ല, അങ്ങനത്തെ ഒരു മണമാണ് കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ ആദ്യം തന്നെ കുറച്ച് കഴിച്ച് നോക്കുന്നുണ്ട്. ഞാൻ ശരിക്കും കടുമാങ്ങ പോലെ ഇങ്ങനെ മുളകൊക്കെ ഇട്ട് സെറ്റാക്കാനാണ് എടുത്തത്. അപ്പോൾ എന്തായാലും കഴിക്കുമ്പോൾ ഇനി എടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് മെൻ്റൽ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണക്കമീൻ. ഇവിടെ മെൻ്റലെന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല. നങ്ക് കണക്കൊക്കെ ഇരിക്കും, എന്നാൽ നങ്കല്ല. അപ്പോൾ നമ്മളതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് വറുത്തെടുക്കണം. വറുക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതിനകത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റിലൊക്കെ കിട്ടും. ആദ്യം ഞാൻ ഒരു 3-4 കണ്ണിമാങ്ങ ടേസ്റ്റ് നോക്കാനെന്നൊക്കെ പറഞ്ഞ് കഴിച്ച് നോക്കിയിട്ടോ. എനിക്കാണെങ്കിൽ ഈ ഉപ്പിലിട്ട ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണിമാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എൻ്റെ അമ്മമ്മയൊക്കെ ഉള്ള സമയത്ത് ഒത്തിരി കിട്ടുമായിരുന്നു കേട്ടോ, അവർ ഉപ്പിലിടുമായിരുന്നു. അപ്പോൾ അതേ ചാറുകറിയുണ്ട്, ചൂരക്കറിയുണ്ട്. നമ്മൾ വറുത്ത ആ ഒരു ഉണക്കമീനും ആ ഒരു കണ്ണിമാങ്ങയും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കും. അല്ലെങ്കിൽ ഈ ചാറുകറി ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കഴിക്കാനായിട്ട്, അത് മാത്രം മതി. അപ്പോൾ അതേ നമ്മൾ വാങ്ങിയ ഒരു ഗ്രോസറി കണ്ടെയ്നർ കേട്ടോ, 6 എണ്ണം ഉണ്ട്. പയറൊക്കെ ഇട്ട് വെക്കാമെന്ന് വെച്ച് മേടിച്ചതാണ്. പക്ഷെ ഞാനിത് കണ്ടിട്ട് ഭംഗി കണ്ടപ്പോഴത്തേക്കും ഞാൻ പിന്നെ എൻ്റെ ക്ലേ ഐറ്റംസ്, കളറുകൾ, ഞാൻ ഉണ്ടാക്കി വെച്ച കുറേ ക്ലേ ഉണ്ടല്ലോ, അതെല്ലാം ഇതിനകത്ത് അടുക്കിയടുക്കി ഓരോ കളറൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ പറ്റും. അപ്പം ഞാൻ ഇവിടെ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.